ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലെയർഡ് സ്കേർട്ടാണ്. ജിപ്സി സ്കേർട്ട് എന്നും ഇതിന് പറയും. അതായത് പല പല ലെയറുകളായിട്ട് ഞുറുവിട്ട് തയ്ച്ച് താഴെ വരെ വരുമ്പോൾ നല്ല വിരിവിൽ വരുന്ന ഒരു സ്കേർട്ട്. സാധാരണ ഇത് 3 ലെയറിലാണ് ചെയ്യാറുള്ളതെങ്കിലും ഞാനിവിടെ 6 ലെയറിലാണ്. അതായത് ലെയർ കൂടുന്തോറും അതിൻ്റെ ഭംഗി കൂടും, വിരിയും. കാരണം മുകൾ ഭാഗത്ത് നമുക്ക് ഒത്തിരി വീതിയുടെ ആവശ്യമില്ല. താഴേക്ക് വരുമ്പോൾ നല്ല വിരിവിനായിട്ടും ചെയ്യാം. 6 ലെയറായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. സാധാരണ ഒരു 2.5-3 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് ചെയ്യാം. 2.5 മീറ്ററിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു സ്കേർട്ട്. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ഒരു മെറ്റീരിയലിലാണ്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലുങ്കിയാണ്. കടയിൽ ചെന്നപ്പോൾ ഈ കടൽക്കാർ പറഞ്ഞാണ് ഇതൊരു ലുങ്കിയാണ്, പക്ഷേ ഇത് കൂടുതലും ആളുകൾ കുർത്തിയൊക്കെ തയ്ക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്താണ്. ഇത് നല്ല വിരിവാണ്. ഇത് കണ്ടില്ലേ, ഒരു 50 ഇഞ്ചോളം നല്ല വീതിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കേർട്ടിനുള്ള ഈ മെറ്റീരിയലിന് എനിക്കൊരു 250 രൂപയെ ചിലവായിട്ടുള്ളൂ. ഞാനിവിടെ തയ്ക്കാൻ പോകുന്ന ഇറക്കമെന്ന് പറഞ്ഞാൽ ഒരു 37 ഇഞ്ചാണ് എനിക്ക് ഇറക്കം വേണ്ടത്. അതുപോലെ അരവണ്ണം എനിക്ക് വരുന്നത് 32 ഇഞ്ചാണ്. തയ്ച്ച് കഴിയുമ്പോൾ ഒരു 37 ഇഞ്ച് ഇറക്കം കിട്ടാനായിട്ട് ഞാനൊരു 5 ഇലാസ്റ്റിക്കിൻ്റെ അവിടെ മടക്കണം, പിന്നെ ഓരോ ജോയിൻറ്റിൻ്റെ അവിടെയും മടക്കുന്ന എല്ലാം കൂടെ കണക്ക് കൂട്ടി ഞാനൊരു 5 ഇഞ്ച് ടോട്ടലി കൂടുതലങ്ങ് കണക്ക് കൂട്ടുകയാണ്. അപ്പോൾ അതായത് 37ൻ്റെ കൂടെ 5 കൂടെ കൂട്ടുമ്പോൾ ഒരു 42 ഇഞ്ച് ഇറക്കം എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടിയാണ് ഞാനിവിടെ ക്ലോത്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 6 ലെയറുകളായിട്ടാണ് നമ്മുടെ ഇറക്കത്തെ, അപ്പോൾ 6ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഇറക്കം ടോട്ടൽ ഇറക്കം 6 ലെയറുകളാകുമ്പം അപ്പോൾ 6ആയിട്ട് ഞാൻ ഈ ടോട്ടൽ ഇറക്കം 42 കണക്ക് കൂട്ടിയാൽ അതിനെ 6ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പം ഒരു 42 ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ ഒരു പീസിന് 7 ഇഞ്ച് വീതി വരുന്നു. അപ്പം ഞാനിവിടെ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ മെറ്റീരിയലും ഒരു 7 ഇഞ്ച് വീതിയുള്ള 7 ഇഞ്ച് ഇറക്കം വരുന്ന പീസായിട്ട് മുറിച്ചങ്ങ് ആക്കുവാണ്. എന്നപ്പോൾ നമുക്ക് ഓരോ ഏറ്റവും മേളത്തെ പീസുകൾക്കൊക്കെ അധികം വീതി വേണ്ടല്ലോ, പിന്നെ താഴേക്ക് പോകുമ്പോഴാണ് കൂടുതൽ വീതി വേണ്ടത്. അപ്പം പീസുകളുടെ വീതി ഞാൻ പറയാം. അപ്പോൾ ടോട്ടൽ മെറ്റീരിയൽ മുഴുവൻ ഞാൻ 7 ഇഞ്ച് ഇറക്കത്തിലുള്ള പീസുകളായിട്ട് അങ്ങ് മുറിക്കുവാണ്. ഇപ്പോൾ അതാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ടോട്ടൽ ഉള്ളതെല്ലാം 7 ഇഞ്ച് ഇതിൽ ഇറക്കത്തിൽ അങ്ങ് മാർക്ക് ചെയ്യുന്നു. അത് എന്നിട്ട് അങ്ങ് മുറിക്കുക. മുഴുവൻ പീസും 7 ഇഞ്ച് ഇറക്കത്തിൽ മുറിച്ച് കഴിയുമ്പോൾ ഇനി ഓരോ പീസിനും ഫസ്റ്റ് ലെയറിൽ ഇതിന് എത്ര വീതി വേണം, സെക്കൻഡ് ലെയറിൽ എത്ര വീതി വേണം എന്നുള്ളതാണ് ഇനി അടുത്ത കണക്ക് കൂട്ടൽ. നമുക്ക് വേസ്റ്റ് വിഡ്ത്ത് വരുന്ന, അതായത് സ്കേർട്ട് ഇടുന്ന പോർഷനിലെ ആ ഒരു ഇലാസ്റ്റിക് ഇടുന്ന അവിടുത്തെ ഒരു വിഡ്ത്ത് വരുന്നത് 32 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഇതൊരു ലൂസ് ഉണ്ടെങ്കിലല്ലേ കയറ്റി ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ലൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ 32ൻ്റെ ഒരു 8 ഇഞ്ചും കൂടെ കൂടുതൽ ഒരു ലൂസ് ഞുറുവിടാനുള്ള ഒരു ലൂസ് കൊടുക്കുന്നു. അപ്പോൾ 40 ഇഞ്ച് ലൂസിലാണ് ഞാൻ ക്ലോത്ത് എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ലെയർ 40 ഇഞ്ച് വീതി. ഓരോ ലെയറും നമ്മൾ ഏത് ലെയറാണ്, ഫസ്റ്റ് ലെയറാണോ സെക്കൻഡ് ലെയറാണോ എന്ന് വീതിക്ക് അനുസരിച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലൊന്ന് ഫസ്റ്റോ സെക്കൻഡോന്നൊന്ന് മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ലെയറുകൾ തമ്മിൽ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ലെയർ വരുമ്പോൾ ഒരു 10 ഇഞ്ചും കൂടെ കൂടുതൽ കൂട്ടി കൊടുക്കുക. അതിൻ്റെ അടുത്ത ലെയർ വരുമ്പോൾ 10 ഇഞ്ച് കൂടുതൽ കൂട്ടി കൊടുക്കുക. അങ്ങനെയാണ് എടുക്കേണ്ടത്. അല്ല എങ്കിൽ നമുക്ക് ആദ്യത്തെ 2 ലെയറുകൾ നമ്മുടെ അര വരെ വരുന്ന ഒരു ഭാഗമാണല്ലോ, അരയ്ക്ക് താഴെ വരെ വരുന്നത്, ആ ഒരു പോർഷൻ നമുക്ക് അധികം വീതി കൊടുക്കാതെ അവിടെ നമ്മുടെ ഷേപ്പിൽ നിൽക്കുക. താഴോട്ട് വരുമ്പോൾ വീതി കൂട്ടി കൊടുക്കണമെങ്കിൽ ഈ ഒരു സെയിം ഒരളവിൽ തന്നെ ആദ്യത്തെ 2 ലെയറുകൾ വേണമെങ്കിൽ എടുക്കാം. ശേഷം ഭാഗത്തിന് 10-15 അങ്ങനെ ഒരു ഇഞ്ച് വീതി കൂട്ടി കൊടുക്കുക. ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ഫ്ലെയറിന് നമുക്ക് ഏറ്റവും കൂടുതൽ വീതിക്ക് കൊടുക്കുക. അങ്ങനെ ആ ഒരു മെത്തേഡ് നോക്കിയാൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു ഭംഗി കൂടുതൽ കാണാൻ. ഏറ്റവും മേളിലത്തെ പീസിനൊക്കെ വീതി കൂടുതൽ കൊടുത്താൽ, കാരണം നമ്മുടെ അരക്കെട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് തൊട്ടേ ഭയങ്കര വീതിക്കിരിക്കും, അവിടെ വേണ്ട. അതിന് താഴോട്ട് വരുന്നുള്ള പോർഷനുകളിലാണ് കൂടുതൽ ഞുറിവിൻ്റെ ആവശ്യം വരുന്നത്. ആദ്യത്തെ പീസിന് 40 ഇഞ്ച് എടുത്തപ്പോൾ അടുത്ത പീസിന് 50 ഇഞ്ച്, ഓരോ 10 കൂട്ടിയാണ് ഞാൻ ലാസ്റ്റിലത്തേതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 120 ഓളം വീതിക്കാണ് എടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ചുറ്റുമുള്ള അളവിനാണ് ഞാൻ പറയുന്നത്, ഫുള്ള് വട്ടത്തിൽ വരുന്നതിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക്കാണ്. അരവണ്ണത്തിൻ്റെ 32 ഇഞ്ച് അരവണ്ണം ഉണ്ടെങ്കിൽ അത്രയും വണ്ണം തന്നെ നമുക്ക് ഇലാസ്റ്റിക് എടുക്കേണ്ട. അതിൽ കുറവ്
ഞാനൊരു 5 ഇഞ്ച് തൊട്ട് 7 ഇഞ്ച് വരെ കുറവ് മതി ഇലാസ്റ്റിക് എടുക്കുന്നത്. ഞാനിവിടെ ഒരു 7 ഇഞ്ച് കുറവിൽ, അതായത് 25 ഇഞ്ച് വണ്ണത്തിലാണ് ഞാൻ ഇലാസ്റ്റിക് എടുക്കുന്നത്. അത്രയും ഒരു നീളത്തിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇതിൽ ടൈറ്റിൽ കിട്ടും. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ്ങിൽ എനിക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ലുങ്കി ആയിരുന്നതുകൊണ്ട് തന്നെ ആ ലുങ്കിയിലൊരു മാർക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാർക്കിംഗ് ഉള്ള പീസാണ് ഞാൻ ഏറ്റവും മുകളിലത്തെ പീസായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇലാസ്റ്റിക്കിൻ്റെ മടക്കിനകത്ത് പോകും. അങ്ങനെയാണ് ഞാനിത് എടുത്തേക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ പീസ് നമുക്ക് പ്രത്യേകിച്ചൊന്നും തയ്ക്കാനെന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക്കിൻ്റെ അവിടെ മാത്രമേ തയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ പീസ് ഞുറിവിടണ്ടാത്തതുകൊണ്ട് അത് തയ്ക്കുന്നില്ല. അടുത്ത പീസ് തൊട്ടാണ് ഞാൻ ഞുറിവിടുന്നത്. ഞാനിവിടെ ഞുറിവായിട്ടല്ല ഇടുന്നത്, മറ്റേ കാണി അകത്തിയിട്ട് നമ്മൾ അകന്ന ഒരു സ്റ്റിച്ച് കൊടുക്കുമല്ലോ, സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അതിലൊന്ന് ജസ്റ്റ് വലിച്ച് ചുരുക്കാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വീതിയുടെ അനുസരിച്ച് കൂടുതൽ വേണോ കുറവ് വേണോ അതിനനുസരിച്ച് വലിച്ച് ചെയ്യാം. അതുകൊണ്ട് അങ്ങനെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ലെയറിലും ഇങ്ങനെ ഇതേപോലെ ഞുറിവിട്ടെടുത്തതിന് ശേഷം ഏറ്റവും മുകളിലത്തെ ലെയറിൽ നമ്മൾ ഇലാസ്റ്റിക് കൂടെ വെച്ച് പിടിപ്പിച്ചു. ഇലാസ്റ്റിക് ഇങ്ങനെ അതുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് വീതിക്ക് അടിച്ച് അതിനകത്തോട്ട് ഇലാസ്റ്റിക് കയറ്റുമായിരുന്നു ചെയ്തത്. ഇനിയിപ്പം നമുക്ക് ഓരോ ലെയറുകളും ഒരുമിച്ച് ചേർത്ത് താഴേക്ക് സ്കേർട്ടാക്കി എടുക്കാനാണ് ഉള്ളത്. അതാണ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ലെയറുകൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് അടിക്കാൻ പോവുകയാണ്. നമ്മൾ തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നങ്ങനെ ലെയറുകളുടെ നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നത് അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ലെയറുകൾ മാറിപ്പോയാൽ നമ്മുടെ വീതിയിൽ വ്യത്യാസം വരും. അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ ലെയറും അടിച്ച് കഴിയുമ്പോൾ പിന്നെ സൈഡ് വശം ചേർത്ത് ഒന്നടിക്കുക. സൈഡ് വശം ഇലാസ്റ്റിക്കിൻ്റെ അവിടെ തൊട്ട് താഴെ വരെ ചേർത്തടിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി ഇതുപോലൊരു വീഡിയോയുമായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.